ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് യേശുവിൻ്റെ കഥയാണ്. യേശുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള കഥ. പഴയ നിയമപ്രകാരം ദൈവം മനുഷ്യജനതയ്ക്ക് നേരത്തെ വാഗ്ദാനം കൊടുത്തിരുന്നു, ലോക നന്മയ്ക്കായിട്ട് ഒരു മനുഷ്യപുത്രനെ നൽകുമെന്ന്. ആ കുട്ടിയാണ് യേശു. അപ്പോൾ യേശു എങ്ങനെയാണ് ജനിച്ചത്, അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ കഥയിൽ പറയുന്നത്. ആശാരിപ്പണിക്കാരനായിരുന്ന യൗസേപ്പിൻ്റെയും ഭാര്യ മറിയത്തിൻ്റെയും മകനായിരുന്നു യേശു. യേശു എന്ന പേരിനർത്ഥം ഹീബ്രു ഭാഷയിൽ രക്ഷകൻ എന്നോ ഉടമ എന്നോ ഒക്കെയാണ്. യൂസഫിൻ്റെയും മറിയത്തിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ മാലാഖ യഹൂദ സ്ത്രീയായ മറിയയെ കാണാൻ വന്നു. ദൂതൻ അവളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. നീ ഒരു നല്ല സ്ത്രീയാണെന്ന് ദൈവത്തിനറിയാം, അതുകൊണ്ടാണ് നിന്നോട് സംസാരിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. എന്നെ ദൈവം അയച്ചതാണ്. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ട്. നിന്നോട് കൂടെ എപ്പോഴും ദൈവമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ഈ മാലാഖയെ മറിയത്തിന് പേടി വന്നു. മറിയ ഇതിനു മുമ്പ് മാലാഖയെ കണ്ടിട്ടില്ല. തന്നോട് ഈ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്ന ആളാരാണ് എന്ന് മറിയത്തിന് മനസ്സിലായില്ല. അവൻ പറയുന്നതിൻ്റെ അർത്ഥവും മനസ്സിലായില്ല. അവൾ വല്ലാതെ പേടിച്ചു. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ അവളോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ദൈവമായ യഹോവ നിന്നോട് വളരെ സന്തുഷ്ടനാണ്. അതുകൊണ്ട് ഭൂമിയിൽ വളരെ അതിശയകരമായൊരു കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ അതിന് നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിനക്ക് ഉടൻ തന്നെ ഒരു കുഞ്ഞ് ജനിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ മഹാനാവും. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. യഹോവ അവനെ ദാവീദിനെ പോലെ ഒരു രാജാവാക്കും. എന്നാൽ അവൻ ദാവീദിനേക്കാൾ മഹാനായിരിക്കും, കാരണം അവൻ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാവുകയില്ല. ഇതൊക്കെ കേട്ടപ്പോൾ മറിയ വീണ്ടും പേടിച്ചു. അവൾ ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഒരു പുരുഷനോടൊത്ത് ജീവിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് കുട്ടി ജനിക്കുക? ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, നീ അക്കാര്യത്തിൽ വിഷമിക്കുകയേ വേണ്ട. ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ വരും. അതുകൊണ്ട് ആ കുട്ടി ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. നീ നിൻ്റെ ബന്ധുവായ എലിസബത്തിനെ പറ്റി ഓർക്കൂ. അവർക്ക് വളരെ പ്രായമായതിനാൽ മക്കൾ ജനിക്കുകയില്ലെന്ന് ആൾക്കാർ പറഞ്ഞിരുന്നില്ലേ? പക്ഷെ ഇപ്പോൾ അവൾക്കൊരു മകൻ ജനിക്കാൻ പോകുന്നു. അതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാമല്ലോ, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ലയെന്ന്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് ദൈവം. അവനാൽ അസാധ്യമായിട്ട് ഒരു കർമ്മവുമില്ല. അതുകൊണ്ട് നീ ഇക്കാര്യത്തെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കുകയേ വേണ്ട. വലിയ ദൈവവിശ്വാസിയായിരുന്ന മറിയയ്ക്ക് ഇത് കേട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് വന്നു. അപ്പോൾ മറിയ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ യഹോവയുടെ ദാസിയാണ്. അവിടുന്ന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇത് കേട്ടതോടെ ഈ ഗബ്രിയേൽ ദൂതൻ അവിടെ നിന്ന് പോയി. മറിയ ഉടൻ തന്നെ തൻ്റെ ബന്ധുവായ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. മറിയയുടെ ശബ്ദം എലിസബത്ത് കേൾക്കുമ്പോൾ തന്നെ അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതായിട്ട് എലിസബത്തിന് തോന്നി. എലിസബത്ത് പറഞ്ഞു, നിന്നിൽ ദൈവാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. നീ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങനെ മറിയ ഏകദേശം 3 മാസത്തോളം എലിസബത്തിൻ്റെ കൂടെ താമസിച്ചു. അതിനുശേഷം സ്വന്തം സ്ഥലമായ നസറേത്തിലേക്ക് തിരിച്ചുപോയി. യോസഫ് എന്ന പുരുഷനുമായിട്ട് മറിയയുടെ വിവാഹം നേരത്തെ ഉറപ്പിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. മറിയ ഗർഭിണിയാണ് എന്നുള്ള വിവരം അറിഞ്ഞ യോസഫ് വളരെ ദുഃഖത്തിലായി. എന്നാൽ തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയയെ ഉപേക്ഷിച്ചാൽ അവർക്ക് വലിയ ദുഃഖമായി തീരും, മറ്റുള്ളവർ അവളെ പരിഹസിക്കും എന്ന് യോസഫ് വിചാരിച്ചു. അതുകൊണ്ട് ആരും അറിയാതെ മറിയയെ ഉപേക്ഷിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. യോസഫിന് ഒരു ഗർഭിണിയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം യോസഫിനോട് പറഞ്ഞു, മറിയയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ നീ മടിക്കേണ്ട. എന്തെന്നാൽ ദൈവമാണ് അവൾക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നത്. അങ്ങനെ യോസഫും മറിയയും വിവാഹം കഴിച്ചു. അവർ യേശുവിൻ്റെ ജനനത്തിനായിട്ട് കാത്തിരുന്നു. മറിയയെപ്പോലെ തന്നെ യോസഫും വളരെ ദൈവവിശ്വാസിയായ നല്ലവനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ദാവൂദിൻ്റെ വംശത്തിൽപ്പെട്ടവനുമായിരുന്നു. ആ സമയത്ത് റോം ഭരിച്ചിരുന്ന ഓഗസ്റ്റസ് സീസർ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിന് പ്രകാരം എല്ലാ ജനങ്ങളും അവരവരുടെ പൂർവികരുടെ സ്ഥലത്ത് പോയി പേര് രജിസ്റ്റർ ചെയ്യണം. യോസഫ് രാജാവായ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവൻ ആയിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു. നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് ഏകദേശം 90 മൈലോളം ദൂരമുണ്ടായിരുന്നു. ആ സമയത്ത് പൂർണ്ണ ഗർഭിണിയായിരുന്ന മറിയത്തിനെ കൊണ്ട് അങ്ങനെ യോസഫിന് ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു.
അവർ കാൽനടയായിട്ടും കഴുതപ്പുറത്തുമൊക്കെയാണ് യാത്ര ചെയ്തത്. അങ്ങനെ യാത്ര ചെയ്ത് രാത്രിയായപ്പോഴേക്കും അവർ ബേത്ലഹേം പട്ടണത്തിലെത്തി. മറിയത്തിൻ്റെ പ്രസവം അടുത്തു എന്ന് യോസഫിന് മനസ്സിലായി. എന്നാൽ തങ്ങാൻ പറ്റിയ സത്രങ്ങളൊന്നും അവർക്ക് കിട്ടിയില്ല. ഈ കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ബെത്ലഹേമിലേക്ക് വന്നിരുന്നതിനാൽ എല്ലാ സത്രങ്ങളിലും ആൾക്കാർ നിറയെ താമസിക്കുന്നുണ്ടായിരുന്നു. എങ്ങും ഒഴിവുണ്ടായിരുന്നില്ല. മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയം അടുത്തുവെന്ന് യൂസഫിന് തോന്നി. അപ്പോൾ അവിടെ ഒരു കർഷക ഭവനത്തിലെ കളപ്പുരയോട് ചേർന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം താമസിക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ വെച്ചാണ് മറിയം തൻ്റെ ആദ്യജാതന് ജന്മം നൽകിയത്. ആ തൊഴുത്തിലെ കാലികൾക്ക് തീറ്റ കൊടുക്കുന്ന തൊട്ടിയിലാണ് യോസഫ് തൻ്റെ കുഞ്ഞിനെ ആദ്യം കിടത്തിയത്. ഈ സമയത്ത് ഈ കുഞ്ഞ് ജനിച്ച സ്ഥലത്തിന് കുറച്ച് ദൂരെയായിട്ട് കുറേ ആട്ടിടയന്മാർ രാത്രിയിൽ ആടുകളെ കാത്തുകൊണ്ട് ഒരു വെളും പ്രദേശത്ത് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ വെളിച്ചം അവർക്ക് ചുറ്റും മിന്നി. അത് ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. ഇടയന്മാർ വല്ലാതെ പേടിച്ചു പോയി. എന്നാൽ ദൂതൻ അവരോട് പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ നിങ്ങളോട് വളരെ നല്ലൊരു വാർത്ത അറിയിക്കാൻ വന്നതാണ്. ഇന്ന് ബേത്ലഹേമിൽ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവൻ ജനങ്ങളെ രക്ഷിക്കും. തുണികൾ കൊണ്ട് പൊതിഞ്ഞ് അവനെ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുകയാണ്. നിങ്ങൾ വേഗം പോയി അവനെ കാണണം. ദൈവദൂതന്മാരുടെ സംഘം ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന് സമാധാനം. ആട്ടിടയന്മാർ പശുത്തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെ കാണാൻ പുറപ്പെടുകയും യേശുവിനെ കണ്ട ശേഷം സകല ജനത്തിനോടും ഈ വിഷയം അറിയിക്കുകയും ചെയ്തു. ഏകദേശം 40 ദിവസം ബെത്ലഹേമിൽ താമസിച്ച യോസഫും മറിയവും യേശുവിനെ യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വച്ച് ഷിമോൻ യേശുവിനെ കാണുകയും കുഞ്ഞിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. യോസഫിനും മറിയത്തിനും തങ്ങളുടെ കുഞ്ഞ് ദൈവപുത്രനാണ് എന്നറിയാമായിരുന്നു. യോസഫ് തങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടിയതിന് നന്ദിയായിട്ട് 2 പക്ഷികളെ യാഗമായി അർപ്പിച്ചു. ദരിദ്രരായ ആളുകൾ അവർക്ക് സന്തതി ജനിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ചെയ്യുന്ന ഒരു കർമ്മമായിരുന്നു അത്. ഈ സമയത്ത് കുറച്ച് കിഴക്ക് നിന്നും കുറച്ച് വിദ്വാൻമാർ വന്നു. അവർ ഒരു നക്ഷത്രം നോക്കി വന്നതായിരുന്നു. നല്ല ശോഭയുള്ള ഈ നക്ഷത്രം ഈ വിദ്വാൻമാർ യാത്ര തിരിച്ചപ്പോൾ മുതൽ ആകാശത്ത് കാണുന്നുണ്ടായിരുന്നു. ഇവർ നക്ഷത്രങ്ങളെപ്പറ്റി പഠനം നടത്തുന്നവരായിരുന്നു. ഈ പുതിയ നക്ഷത്രം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്തേക്കുള്ള വഴി കാണിച്ചു തരികയാണ് എന്നവർക്ക് മനസ്സിലായി. അവർ യെരുശലേമിലെത്തിയപ്പോൾ യഹൂദന്മാരുടെ രാജാവാകാൻ ജനിച്ചിരിക്കുന്ന കുട്ടി എവിടെയാണ് എന്ന് ചോദിച്ചു. ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് വെച്ച് കാണുകയുണ്ടായി. അതുകൊണ്ട് അതിനെ പിന്തുടർന്ന് ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് എന്നവർ പറഞ്ഞു. യെരുശലേമിലെ രാജാവായ ഹെറോദോവ് ഇത് കേട്ട് ആകെ അസ്വസ്ഥനായി. തൻ്റെ സ്ഥാനത്ത് മറ്റൊരു രാജാവ് വരുന്നത് അയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാതെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ കണ്ടില്ല. നിങ്ങൾ അവനെ കണ്ടെത്തിയാൽ എന്നെ വന്ന് അറിയിക്കണം. ഞാനും ചെന്ന് അവനെ ആരാധിക്കാം. എനിക്കും അവനെ കാണാൻ കൊതിയുണ്ട്. എന്നാൽ ഇവർ ഈ കുഞ്ഞിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവനെ കൊല്ലണം എന്നായിരുന്നു ഈ രാജാവിൻ്റെ ചിന്ത. നക്ഷത്രം വിദ്വാൻമാർക്ക് വഴികാട്ടി. യോസഫും മറിയയും താമസിക്കുന്ന ഭവനത്തിലേക്ക് അവർ വന്നു. പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. വീണ് നമസ്കരിച്ചു. ഈ സമയത്ത് ദൈവം ഈ വിദ്വാൻമാരോട് തിരിച്ചു ചെന്ന് രാജാവിനോട് വിവരം പറയരുതെന്നും രഹസ്യമായി മടങ്ങിപ്പോകണമെന്നും കൽപ്പന നൽകി. അങ്ങനെ ഈ വിദ്വാൻമാർ രാജാവിനോട് കുട്ടി എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാതെ അവിടെ നിന്ന് പോയി കളഞ്ഞു. രാജാവ് കോപിച്ചു. കുഞ്ഞിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിനാൽ ബെത്ലഹേമിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെയും കൊല്ലുവാൻ അദ്ദേഹം ഉത്തരവിട്ടു. എന്നാൽ ദൈവപുത്രനെ കൊല്ലാൻ കഴിഞ്ഞില്ല. യോസഫും മറിയയും കുഞ്ഞിൻ്റെ കാര്യം അപകടത്തിലാണ് എന്ന ഒരു സ്വപ്നം കണ്ടിരുന്നു. ദൈവദൂതൻ അവരുടെ സ്വപ്നത്തിൽ വന്ന് അവരോട് ഉടൻ തന്നെ ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ യൂസഫും മറിയവും ഈ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. അങ്ങനെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഹെറോദോ രാജാവ് മരിച്ചതിന് ശേഷമാണ് പിന്നീട് യോസഫും മറിയവും യേശുവുമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അവർ ഗലീല സമുദ്രത്തിനടുത്തുള്ള നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ പോവുകയും അവിടെ ചെന്ന് കുഞ്ഞിനോടൊത്ത് ജീവിക്കുകയും ചെയ്തു. ഇതാണ് യേശുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.